100 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ക്ലബിനെ 10 വർഷം കൊണ്ട് തകർത്തെറിയാൻ പറ്റുമോ സെക്യൂർ ബൈക്ക്? ബട്ട് ദേ ക്യാൻ. സാൻഡ്രോ റസൽ ആൻഡ് ജോസഫ് ബർത്തോമ്യു. സ്വന്തം കണ്ണിൽ ഹീറോ പരിവേഷമുള്ളവർ ബാർസലോണക്കാരുടെ ഹൃദയങ്ങളിൽ വില്ലന്മാരായിരുന്നു. സമ്പന്നമായൊരു ക്ലബിനെ കോടികളുടെ കടങ്ങളിലേക്ക് വലിച്ചിട്ടവർ, ലയണൽ മെസ്സി എന്നവരുടെ ആരാധ പുരുഷനെ നഷ്ടമാക്കിയവർ, അതിലുപരി നെഗ്രേര അഴിമതി എന്ന കറുത്ത ഏട് അവർക്ക് സമ്മാനിച്ചവർ. എന്താണ് നെഗ്രേര? എങ്ങനെയാണ് ബാർസ ഈ കേസിൽ ഉൾപ്പെട്ടത്? ബർത്തോമ്യു പറഞ്ഞതിലും ചെയ്തതിലുമുള്ള പാളിച്ചകൾ എന്തെല്ലാമായിരുന്നു? എന്താണ് കേസിലെ നിലവിലെ അവസ്ഥ? പരിശോധിക്കാം. ഹോസെ മരിയെ എൻറിക്കസ് നെഗ്രേര, പേര് സൂചിപ്പിക്കും പോലെ തന്നെ കേസിലെ ഒന്നാം പ്രതി. 1994 മുതൽ 2018 വരെ നീണ്ട 24 വർഷം സ്പാനിഷ് റഫറിംഗ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിരുന്നു കക്ഷി. ഡാൻസിൽ 95, നിൽസാറ്റ് എന്നീ കമ്പനികളും നെഗ്രേരയുടെ ഉടമസ്ഥതയിലുള്ളവയായിരുന്നു. 2022 മെയ് മാസത്തിൽ ഈ കമ്പനികളുടെ അക്കൗണ്ട്സ് പരിശോധിച്ച ടാക്സ് ഉദ്യോഗസ്ഥർ തോന്നിയ ചില സംശയങ്ങളിൽ നിന്നാണ് ഈ കേസിന്റെ തുടക്കം. ഈ രണ്ട് കമ്പനികൾക്കുമായി 7.3 മില്യൺ യൂറോ ബാർസലോണ നൽകിയതായി അവർ കണ്ടെത്തി. അന്നത്തെ രൂപയുടെ മൂല്യം വെച്ച് കണക്കാക്കിയാൽ ഏതാണ്ട് 60 കോടിയിലേറെ രൂപ. റഫറിംഗ് കമ്മിറ്റിയുടെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന ഒരാളെ സ്വാധീനിച്ച് റഫറിമാരെയും അവരുടെ തീരുമാനങ്ങളെയും വിലക്കെടുക്കാനാണ് ക്ലബ് ശ്രമിച്ചത് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ഈ വാദത്തെ ക്ലബ്ബും നെഗ്രേരയും തുടക്കത്തിൽ തന്നെ തള്ളി. ബർത്തോമ്യുയുടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഓസ്കർ ഗ്രാവു, ആൽബർട്ടോ സോളർ എന്നിവരും ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടു. നെഗ്രേരയുടെ മകൻ ഹാവിയർ ആണ് നിൽസാറ്റ് എന്ന കമ്പനിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ. ഈ കമ്പനിക്ക് ക്ലബ്ബ് തുക കൈമാറിയത് ലാലിഗയിലെ റഫറിങ്ങിനെ പറ്റിയുള്ള ടെക്നിക്കൽ റിപ്പോർട്ടുകൾക്ക് വേണ്ടിയാണ്. നെഗ്രേര ഈ കമ്പനിയുടെ ഭാഗമായിരുന്നുവെന്ന് ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു. പ്രമുഖ മാധ്യമമായ അത്ലറ്റിക്കിന് നൽകിയ അഭിമുഖത്തിൽ ബർത്തോമ്യു നടത്തിയ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു: സാധാരണയായി എല്ലാ ഫുട്ബോൾ ക്ലബ്ബുകളും ഇത്തരത്തിൽ ടെക്നിക്കൽ റിപ്പോർട്ടുകൾ കൈപ്പറ്റാറുണ്ട്. ഇതിന്റെ ചുമതല ഒന്നുകിൽ ഒരു നിയമവിദഗ്ധന് കൈമാറുകയോ അല്ലെങ്കിൽ ക്ലബ്ബ് നേരിട്ട് നടപ്പാക്കുകയാണ് ചെയ്യാറ്. ഓരോ മത്സരത്തിലും റഫറിമാരെടുത്ത തീരുമാനങ്ങളെ പറ്റിയുള്ള വിശദമായ റിപ്പോർട്ടാണിത്. ഏത് തരത്തിലുള്ള ടാക്കിളുകൾക്കാണ് റഫറി ഫൗൾ വിളിക്കാറ്, ഏതെല്ലാം വാണിങ്ങിൽ ഒതുങ്ങും, ഏതൊക്കെ ഒഫൻസിന് കാർഡുകൾ നൽകും തുടങ്ങി ഏത് തരത്തിൽ റഫറിയുമായി ഇടപെടണമെന്ന് വരെ ഈ റിപ്പോർട്ടിലുണ്ടാവും. അതായത് ഇതുപയോഗിച്ച് പരിശീലകർക്കും താരങ്ങൾക്കും മത്സരത്തിലെ പെരുമാറ്റം മെച്ചപ്പെടുത്താം. അതിനാൽ തന്നെ ഇത്തരം റിപ്പോർട്ടുകൾ കൈപ്പറ്റുന്നത് ഫുട്ബോളിലെ സ്വാഭാവികമായൊരു കാഴ്ചയാണ്. പക്ഷേ കേസിൻ്റെ അന്വേഷണ വഴിയിലാണ് യഥാർത്ഥ പ്രശ്നങ്ങളുടെ കുരുക്കുമുറുകുന്നത്. നിൽസാറ്റ് എന്ന കമ്പനിക്ക് ഭീമമായ തുക നൽകി ക്ലബ്ബ് കൈപ്പറ്റിയെന്ന് പറയപ്പെടുന്ന രേഖകളെപ്പറ്റി തങ്ങൾക്ക് യാതൊരു അറിവുമില്ലായിരുന്നു എന്നാണ് അക്കാലയളവിലെ പരിശീലകനായ പെപ് ഗാർഡിയോളയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ പറഞ്ഞത്. 2014 മുതൽ 17 വരെ പരിശീലകരായിരുന്ന ലൂയി എൻറിക്കെയും തുടർന്ന് വന്ന ഏണസ്റ്റോ വാൽവേർഡെയും കോടതിയിൽ അതുതന്നെ പറഞ്ഞു. ഇത്തരം രേഖകൾ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അത്തരമൊരു രേഖയെപ്പറ്റി തങ്ങൾക്ക് യാതൊരു അറിവുമില്ലായിരുന്നു എന്നാണ് ഇരുവരും കോടതിയിൽ മൊഴി നൽകിയത്. ഇതിനു പുറമെ സ്പാനിഷ് ടാക്സ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നെഗ്രേര നടത്തിയ കുറ്റസമ്മതവും ബർത്തോമ്യുവിൻ്റെ വാദങ്ങൾക്കെതിരായിരുന്നു. ബാഴ്സയെ ബാധിക്കുന്ന രീതിയിൽ റഫറിമാരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഉണ്ടാവരുത്. മത്സരത്തിൽ ഒരു ന്യൂട്രൽ സമീപനമാവണം അവർ എടുക്കേണ്ടത്. ഇത് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു അവർ എനിക്ക് നൽകിയ തുകയുടെ ഉദ്ദേശം. നെഗ്രേരയുടെ മൊഴി ഇങ്ങനെയായിരുന്നു: ടെക്നിക്കൽ റിപ്പോർട്ടുകൾ താൻ ഡോക്യുമെന്റ് ചെയ്ത് നൽകാറില്ലെന്നും ഓരോ റഫറിമാരോടും എങ്ങനെ പെരുമാറണമെന്ന് വാക്കാൽ മാത്രമാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുവരെ ബർത്തോമ്യു കെട്ടിപ്പൊക്കിയ എല്ലാ നുണക്കോട്ടകളും പൊളിക്കുന്ന കുറ്റസമ്മതമായിരുന്നു അത്. 2010 ലെപ്പോർട്ടയുടെ പടിയിറക്കത്തിന് പിന്നാലെയാണ് സാൻഡ്രോ റസൽ ബാർസലോണയുടെ പ്രസിഡന്റ് ആവുന്നത്. അതുവരെയുള്ള ക്ലബിൻ്റെ എല്ലാ മാനങ്ങളെയും പൊളിച്ചെഴുതുന്ന ഒരു പുതിയ തുടക്കമായിരുന്നു അത്. ബാഴ്സയുടെ ചരിത്രത്തിൽ ആദ്യമായി അവർ ഒരു ജേഴ്സി സ്പോൺസറെ കൊണ്ടുവന്നു. പ്രതിവർഷം 30 മില്യൺ യൂറോക്കായിരുന്നു ഖത്തർ ഫൗണ്ടേഷനുമായുള്ള ഡീൽ. വലിയൊരു തുക കയ്യിൽ വന്നതോടെ ക്ലബിൻ്റെ സാമ്പത്തിക അച്ചടക്കം താറുമാറായി. റസൽ തകിടം മറിച്ചു എന്ന് വേണം പറയാൻ. ഭീമമായ തുക ചിലവഴിച്ച് കൂടുതൽ താരങ്ങളെ ടീമിലെത്തിച്ചു. ക്ലബിൻ്റെ ടാലൻറ്റ് ഫാക്ടറി ആയിരുന്ന ലാമാസിയെയും അവിടുത്തെ താരങ്ങളെയും പാടെ അവഗണിച്ചു. ഒരു പുത്തൻ പുതിയ ബാഴ്സലോണ കൾച്ചറിന് അയാൾ അന്നവിടെ തുടക്കം കുറിച്ചു. നെയ്മറെ ടീമിലെത്തിക്കാൻ കരാർ പ്രകാരം നൽകിയതിന് പുറമെ റസൽ രഹസ്യമായി കൂടുതൽ പണം നൽകിയിരുന്നു. ഈ വാർത്ത പുറത്തു വരികയും വിവാദമാവുകയും ചെയ്തതോടെ 2014 റസൽ രാജിവെച്ചൊഴിഞ്ഞു. അന്ന് റസലിൻ്റെ ബോർഡിലുണ്ടായിരുന്ന ബർത്തോമ്യു തുടർന്ന് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മുങ്ങിക്കൊണ്ടിരുന്ന ബാഴ്സയെ അയാൾ ആഴത്തിൽ മുക്കിക്കൊന്നു. ഭീമമായ തുക നൽകി താരങ്ങളെ വാങ്ങുന്നു. ഫ്ലോപ്പായെന്ന് ഉറപ്പായാൽ കിട്ടുന്ന വിലക്ക് മറിച്ച് വിൽക്കുന്നു. കേട്ടാൽ ഞെട്ടുന്ന ശമ്പളം ഓരോ താരങ്ങൾക്കും നൽകുന്നു. മില്യണുകളുടെ കടം ബില്യണുകളിലേക്ക് കടന്നു. ലാലിഗയുടെ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ നിയമം ലംഘിക്കപ്പെട്ടതോടെ ബാർസലോണയുടെ എല്ലാമായ ലയണൽ മെസ്സിക്ക് ക്ലബ്ബ് വിടേണ്ടി വന്നു. 2022 തുടങ്ങിയ നെഗ്രേര കേസിന്റെ അന്വേഷണം 3 വർഷങ്ങൾക്കിപ്പുറവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബർത്തോമ്യുവും നെഗ്രേരയും തമ്മിലുള്ളതാണെന്ന് സംശയിക്കപ്പെടുന്ന ടെലിഫോൺ സംഭാഷണ ശകലങ്ങളിൽ ചിലത് ലീക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഇതിലെ വാസ്തവം എത്രത്തോളം ഉണ്ടെന്ന അന്വേഷണത്തിലാണ് ഉദ്യോഗസ്ഥർ. ഈ കേസ് തെളിയിക്കപ്പെടുകയാണെങ്കിൽ ബർത്തോമ്യുവും നെഗ്രേരയും ഉൾപ്പെടെ പല വമ്പന്മാരും അകത്തു പോവും. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ബാർസലോണയുടെ ചരിത്രത്തിലെ ഒരിക്കലും ആയാത്ത കറയായി അത് അവശേഷിക്കപ്പെടുകയും ചെയ്യും.